ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോ കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വിഷയം ഡോഗ്സ് കോയിൻ എങ്ങനെ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുക എന്നത് സംബന്ധിച്ചാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻസ് വാലറ്റിലേക്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം നിലവിൽ ഇപ്പം അവരുടെ കമ്മ്യൂണിറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട്. എക്സ്ചേഞ്ചിലേക്കും മറ്റു വാലറ്റിലേക്കും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. 20-ാം തീയതി വരെ ടൈമുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർ എക്സ്ചേഞ്ച് ഉള്ളവർ എക്സ്ചേഞ്ചിലേക്ക് തന്നെ മാറ്റാൻ നോക്കുക. കാരണം പിന്നെ വാലറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഫീസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം പറ്റുന്ന ആൾക്കാർ ബൈബിറ്റ്, OKX പോലത്തുള്ള എക്സ്ചേഞ്ചിലേക്ക്, അതിൻ്റെ എക്സ്ചേഞ്ച് ഇല്ലാത്തവർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ അക്കൗണ്ട് ആക്കുക, കംപ്ലീറ്റ് KYC കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് ഇല്ലാത്തവർ വാലറ്റിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ ഫീസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകാൻ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പിന്നെ നമ്മളെ ഇത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളെ ഡോഗ്സിൻ്റെ ഇതിലേക്ക് പോവുക. അവിടെ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് എക്സ്ചേഞ്ച് എന്ന ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം 2 ഓപ്ഷൻ കാണുന്നുണ്ട്. ഒന്ന് എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നുണ്ട്, ഒന്ന് വാലറ്റ് ഇൻ ടെലഗ്രാം എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ നോൺ കസ്റ്റോഡിയൽ വാലറ്റ്, അത് നിങ്ങൾ ഇപ്പം ചെയ്യണമെന്നില്ല. അപ്പം എക്സ്ചേഞ്ച് ഓൾറെഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ 2 എക്സ്ചേഞ്ചിൻ്റെ ഇവിടെ കാണാൻ പറ്റും, OKX അല്ലെങ്കിൽ ബൈബിറ്റ്. ഇത് ചെയ്യാത്തവർ ഓൾറെഡി വാലറ്റ് ഇൻ ടെലഗ്രാം എന്ന ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാലും കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ടെലഗ്രാമിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പേരും നിങ്ങളെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആദ്യം ഒന്ന് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾ ഇവിടുന്ന് ഓപ്പൺ വാലറ്റ് ഇൻ ടെലഗ്രാം അടിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകും. ഓക്കെ, അപ്പം അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടിന്യൂ കൊടുക്കുക. എൻ്റെ ഓൾറെഡി കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് പറഞ്ഞത്. ഓക്കെ, റിട്ടേൺ ടു ഡോഗ്സിലേക്ക് പോവുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാത്ത വാലറ്റിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കുക. എക്സ്ചേഞ്ച് കൊടുക്കുന്നവർ ജസ്റ്റ് എക്സ്ചേഞ്ച് പോവുക, കണ്ടിന്യൂ കൊടുക്കുക. ബൈബിറ്റ്, എനിക്ക് ബൈബിറ്റാണുള്ളത്, ഇപ്പോൾ ബൈബിറ്റ് കൊടുക്കുക. സെൻഡ് ഇയർ കൊടുക്കുക. എന്നിട്ട് ഓൾറെഡി ഉണ്ടോയെന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ഓൾറെഡി ആദ്യം ചെയ്ത് വെക്കുക. അപ്പോൾ അതിന് ശേഷം നേരെ ബൈബിറ്റിലേക്ക് പോവുക. അവിടെ നിങ്ങൾ ബൈബിറ്റിൻ്റെ ഓൾറെഡി നിങ്ങൾ KYC കാര്യങ്ങൾ ചെയ്ത ആളാണെങ്കിൽ അവിടെ ബൈബിറ്റിൻ്റെ UID കൊടുക്കുക. ഡോഗ്സ് ഡെപ്പോസിറ്റ് അഡ്രസ്സ് കൊടുക്കുക. ഓൾറെഡി നിങ്ങൾ ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷനിൽ പോവുക. ബൈബിറ്റിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ലാസ്റ്റ് വാലറ്റിൻ്റെ ഓപ്ഷനിൽ ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഡെപ്പോസിറ്റിൽ പോയിട്ട് ഡോഗ്സ് അടിച്ചു കൊടുക്കുക. ഡോഗ്സ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ഡോഗ്സിൻ്റെ പിന്നെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഉണ്ടാവും, ഒരു മെമ്മോ കോഡ് ഉണ്ടാവും. ആ മെമ്മോ കോഡ് അത് രണ്ടും ഇവിടെ കൊടുക്കുക. ഡെപ്പോസിറ്റ് അഡ്രസ്സിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് അഡ്രസ്സും മെമ്മോൻ്റെ അടുത്ത് മെമ്മോൻ്റെ അഡ്രസ്സും കൊടുക്കുക. എന്നിട്ട് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളെ ബൈബിറ്റ് അക്കൗണ്ടിലേക്ക് നിങ്ങളെ ഡോഗ്സ് കോയിൻ എത്തും. ഓക്കെ, 20-ാം തീയതിക്കുള്ളിലായിട്ടാണ് എത്തും. അയച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ എത്തൂല. കാരണം ഓൾറെഡി ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് 20-ാം തീയതിക്കുള്ളിൽ മാത്രമേ നിങ്ങളുടെ വാലറ്റിലേക്കോ എക്സ്ചേഞ്ചിലേക്കോ എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആക്കുന്നുണ്ട് വാലറ്റ് എത്തിയിട്ടില്ല, പിന്നെ എക്സ്ചേഞ്ചിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്തായാലും 20-ാം തീയതിക്കുള്ളിലായിട്ട് നിങ്ങളെ പിന്നെ എക്സ്ചേഞ്ചിലേക്കും വാലറ്റിലേക്കും എത്തും. ഓക്കെ, അപ്പം എക്സ്ചേഞ്ചിൽ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് പിന്നെ ബൈബിറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടത് ഡൗട്ട് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. നിങ്ങൾ ബൈബിറ്റ് അക്കൗണ്ടിലേക്ക് പോവുക. ബൈബിറ്റ് അക്കൗണ്ടിൽ പോയ ശേഷം ഓൾറെഡി KYC എല്ലാം കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KYC കാര്യങ്ങൾ കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ കിട്ടും. അല്ലെങ്കിൽ വെറുതെ നിങ്ങളെ സമയം വേസ്റ്റ് ആയാലുണ്ടാകുക. SET പോവുക. SET പോയിട്ട് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഡെപ്പോസിറ്റ് കൊടുക്കുക. ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ ഉണ്ട്, അത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ സെർച്ചിൽ പോയിട്ട് ഡോഗ്സ് കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡോഗ്സ് ഉണ്ട്. ഡോഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അടിയിൽ ചെറുങ്ങനെ ടോൺ എഴുതിയിട്ടുണ്ടാവും അഡ്രസ്സിൻ്റെ അടിയിൽ. അപ്പോൾ ടോൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഡെപ്പോസിറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ഓൾറെഡി സ്ലോ ആയതുകൊണ്ടാണ് ടൈം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് അതിലേക്ക് വരും. ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണുന്നത്. ഓക്കെ, ഇതിൻ്റെ അടിയിലായിട്ട് ഇത് ഓൾറെഡി നെറ്റ്വർക്ക്
ഇതിലോ പ്രശ്നമില്ലാണ്ടാണ്. ഓൾറെഡി ഡെപ്പോസിറ്റ് അഡ്രസ്സും അതിൻ്റെ മെമ്മോ കോഡ് അവിടെ വരും. അത് ജസ്റ്റ് അവിടെ പോയിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ കോപ്പി ചെയ്യുക. അപ്പം അവിടെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിലേക്ക് നിങ്ങളെ ഈ ഡോഗ്സ് അഡ്രസ്സിലേക്ക് നിങ്ങൾ കോയിൻ അയക്കുക. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ചാനൽ താഴെയുണ്ട്, അപ്പം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതൊന്ന് നിങ്ങളവിടെ വാട്സപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല. അപ്പം മാക്സിമം ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക, 20-ാം തീയതി ചെയ്യാം. ഓക്കെ, താങ്ക് യു.